നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സേനയിലെ നേപ്പാളി പോരാളികൾ ചരിത്രത്തിലെ വേറിട്ട കാഴ്ച. 1950 ഇന്ത്യ നേപ്പാൾ സൗഹൃദ ഉടമ്പടിയോടെയാണ് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധത്തിന് അടിത്തറ പാകിയത്. 1950കളിൽ നേപ്പാൾ രാജ്യത്തിലെ റാണ ഭരണാധികാരികൾ പുതുതായി സ്വതന്ത്രമായ ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. മഹാരാജ രഞ്ജിത് സിംഗിന്റെ കാലം മുതലുള്ളതാണ് നേപ്പാളുമായുള്ള ഇന്ത്യയുടെ സൈനിക ബന്ധം. ലാഹോറിലെ അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ ലാഹുരെ അല്ലെങ്കിൽ ഭാഗ്യപരീക്ഷകർ എന്ന് വിളിക്കപ്പെടുന്ന നേപ്പാളിലെ പട്ടാളക്കാരെ ഉൾപ്പെടുത്തിയിരുന്നു. 1815 ഏപ്രിൽ 24 ബ്രിട്ടീഷ് ഇന്ത്യ കൂർഖ റെജിമെന്റിന്റെ ആദ്യ ബറ്റാലിയനെ നാസിരി റെജിമെന്റ് ആയി ഉയർത്തി. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിൽ 10 ഗൂർഖ റെജിമെന്റുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഈ റെജിമെന്റുകൾ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യങ്ങൾക്കിടയിൽ വിഭജിക്കപ്പെട്ടു. ഇന്ത്യൻ സൈന്യത്തിന്റെ ഇതിഹാസമായ ഗൂർഖ റെജിമെന്റിന്റെ ഒരു പ്രധാന ഭാഗമാണ് നേപ്പാളിൽ നിന്നുള്ള സൈനികർ. ഇന്ത്യൻ സൈന്യത്തിന് അത്രമാത്രം സ്വാധീനമാണ് നേപ്പാൾ ജനതയ്ക്കിടയിലും അവിടുത്തെ സേനാ വിഭാഗങ്ങൾക്കിടയിലും ഉള്ളത്. അക്കാര്യം വിശദമായി പറയുന്നതിന് മുൻപ് മറ്റൊരു കാര്യം പറയാം. അത് വർഷങ്ങൾക്ക് മുൻപ് ജമ്മുവിലെ നൌസേര മേഖലയിലെ നിയന്ത്രണ രേഖയിൽ ജൂലൈ 10 വെടിവയ്പിൽ ഗൂർഖ റെജിമെന്റിലെ നേപ്പാളുകാരനായ സൈനികൻ ഹൽവീദാർ സാംബൂർ ഗുരുങ് കൊല്ലപ്പെട്ട സംഭവമാണ്. അത് ലോകത്തിനു മുന്നിൽ ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇന്ത്യയുടെ ഇതിഹാസ തുല്യമായ ഗൂർഖ റെജിമെന്റിലെ സൈനികരിൽ സിംഹഭാഗവും നേപ്പാളിൽ നിന്നുള്ളവരാണ്. മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്നതിന്റെ എത്രയോ ഇരട്ടി പേർ സർവീസ് കാലയളവ് പൂർത്തിയാക്കി നേപ്പാളിലെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നുമുണ്ട്. നേപ്പാളിനേക്കാൾ ഇന്ത്യയെ സ്നേഹിക്കുന്ന ഈ ജനവിഭാഗങ്ങൾ അവിടെ ഉള്ളിടത്തോളം കാലം ഇന്ത്യക്കെതിരെ ചെറുവിരൽ അനക്കാൻ പോലും നേപ്പാൾ ഭരണകൂടത്തിന് കഴിയില്ല. ഇന്ത്യയുമായുള്ള ബന്ധത്തിന്റെ ആരംഭവും പരിണാമവും എങ്ങനെയാണെന്നത് ഇനി പറയാം. ഹിമാലയൻ രാജ്യമായ നേപ്പാളുമായുള്ള ഇന്ത്യയുടെ സൈനിക ബന്ധത്തിന്റെ വേരുകൾ മഹാരാജ രഞ്ജിത് സിംഗിന്റെ ഭരണത്തോളം നീളുന്നതായി ഇന്ത്യയുടെ മുൻ സൈനിക തലവനായ ജനറൽ VP മാലിക് തന്റെ ഇന്ത്യാസ് മിലിറ്ററി കോൺഫ്ലിക്ട്സ് ആൻഡ് ഡിപ്ലോമസി എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇതിലൊരു അധ്യായം അദ്ദേഹം നേപ്പാളുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി മാറ്റിവെച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കും. അക്കാലത്ത് ലാഹോറിൽ രഞ്ജിത് സിംഗിന്റെ സൈന്യത്തിലേക്ക് നേപ്പാളുകാരെ റിക്രൂട്ട് ചെയ്തിരുന്നു. അവരെ ലഹൂർ അഥവാ ഭാഗ്യത്തിന്റെ സൈനികർ എന്നാണ് വിളിച്ചിരുന്നത്. 1815 ഏപ്രിൽ 14 ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നസിരി റെജിമെന്റ് എന്ന പേരിൽ ഗൂർഖ റെജിമെന്റിന്റെ ആദ്യ ബറ്റാലിയൻ രൂപീകരിച്ചു. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തോടൊപ്പം 10 ഗൂർഖ റെജിമെന്റുകളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ 1947 നവംബറിൽ ഇന്ത്യയും ബ്രിട്ടനും ഈ റെജിമെന്റുകളെ വിഭജിച്ചെടുത്തു. ബ്രിട്ടൻ, ഇന്ത്യ, നേപ്പാൾ ത്രികക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. 1 ലക്ഷത്തോളം സൈനികരുള്ള 6 ഗൂർഖ റെജിമെന്റുകളാണ് അന്ന് ഇന്ത്യയിലേക്ക് വന്നിരുന്നത്. തുടർന്ന് 7ാം ഗൂർഖ റൈഫിൾസിൽ നിന്നും 10ാം ഗൂർഖ റൈഫിൾസിൽ നിന്നും ബ്രിട്ടീഷ് സൈന്യത്തിലേക്ക് മാറ്റാത്ത സൈനികരെ അവരെ കൂടി ഉൾപ്പെടുത്തി 11ാം ഗൂർഖ റൈഫിൾസ് എന്നൊരു റെജിമെന്റ് കൂടെ രൂപീകരിക്കുകയുണ്ടായി. നേപ്പാൾ പൗരന്മാർക്ക് ഇന്ത്യൻ സൈന്യത്തിൽ ചേരാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ചേരാം എന്ന് തന്നെയാണ് ഉത്തരം. ഏതൊരു നേപ്പാളിക്കും ഇന്ത്യൻ സൈന്യത്തിൽ സൈനികനായും ഓഫീസറായും ചേരാൻ കഴിയും. ദേശീയ പ്രതിരോധ അക്കാദമി കമ്പൈൻസ് ഡിഫൻസ് സർവീസസ് പരീക്ഷകൾ എഴുതി ഇന്ത്യൻ സൈന്യത്തിലെ ഓഫീസറായി അവർക്കും മാറാൻ സാധിക്കും. കാർഗിൽ യുദ്ധസമയത്ത് വീർചക്ര പുരസ്കാരം ലഭിച്ച കേണൽ ലളിത് റായ് അത്തരമൊരു നേപ്പാളി പൈതൃകമുള്ള ഓഫീസറാണ്. ഇന്ത്യയിലെ സൈനിക അക്കാദമികളിലും കോളേജുകളിലും നേപ്പാൾ ഓഫീസർമാരെ പരിശീലനത്തിനായി അയക്കാറുണ്ട്. 35 ബറ്റാലിയനുകളുള്ള ഗൂർഖ റെജിമെന്റിലേക്ക് നേപ്പാളിൽ നിന്നും ധാരാളം പേരെ ഇപ്പോഴും റിക്രൂട്ട് ചെയ്യുന്നുമുണ്ട്. ഗൂർഖ റെജിമെന്റ് മൂലം ഇരു രാജ്യങ്ങളിലെയും സൈനികരും ഓഫീസർമാരും ശക്തമായ വ്യക്തിബന്ധം പുലർത്തുന്നതായി 2016 സർജിക്കൽ സ്ട്രൈക്ക് സമയത്ത് നോർത്തേൺ ആർമി കമാൻഡർ ആയിരുന്ന ലഫ്റ്റനന്റ് ജനറൽ DS കൂട തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. എല്ലാ വർഷവും നമ്മുടെ ബറ്റാലിയനുകൾ നേപ്പാൾ സന്ദർശിക്കാറുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള യുവ ഓഫീസർമാർ ഹിമാലയത്തിലെ പരമ്പരാഗത റിക്രൂട്ടിംഗ് മേഖലകളിലൂടെ യാത്ര നടത്തുകയും പ്രദേശവാസികളെ സന്ദർശിക്കുകയും മുൻ സൈനികർക്കൊപ്പം ഗ്രാമങ്ങളിൽ താമസിക്കുകയും ചെയ്യുന്ന കാര്യവും അദ്ദേഹം അനുസ്മരിച്ചിട്ടുണ്ട്. ജയ് മഹാകാളി ആയോ ബൂർഖാലി എന്ന യുദ്ധവിളി മുഴക്കുന്നതിൽ നേപ്പാളി ഓഫീസർമാരും സൈനികരും അങ്ങേയറ്റം അഭിമാനിക്കുന്നു. ഇതുകൂടാതെ ബൂർഖാലി ഭാഷ നന്നായി സംസാരിക്കാൻ കഴിയുന്നതിലും അവർ ഏറെ അഭിമാനം കൊള്ളുന്നുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള ആദ്യ വർഷങ്ങളിൽ 3 മാസത്തിനകം ഈ ഭാഷയിൽ പ്രാവീണ്യം നേടാൻ കഴിയാത്ത ഓഫീസർമാരെ മറ്റ് റെജിമെന്റിലേക്ക് മാറ്റിയിരുന്നുവെന്ന് ഇന്ത്യൻ സമാധാന സേനയുടെ തലവനായിരുന്ന ലഫ്റ്റനന്റ് ജനറൽ ദിബീന്ദർ സിംഗ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്.
ഇന്ത്യൻ സൈനികർക്കുള്ള അതേ അവകാശങ്ങൾ നേപ്പാളിൽ നിന്നുള്ള സൈനികർക്കും ലഭിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. സേവന കാലയളവിലും വിരമിച്ച ശേഷവും ഇന്ത്യക്കാരനായ സൈനികന് ലഭിക്കുന്ന അതേ ആനുകൂല്യങ്ങൾ നേപ്പാളിയായ സൈനികനും ലഭിക്കും. ഇതുകൂടാതെ മെഡിക്കൽ സേവനങ്ങളും ലഭിക്കും. ഇന്ത്യൻ സൈന്യത്തിൽ നിന്നും മെഡിക്കൽ സംഘം പതിവായി നേപ്പാളിൽ സന്ദർശനം നടത്താറുണ്ട്. ഇതെല്ലാം തന്നെ മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ച് അത്ഭുത കാഴ്ചകളാണ്. അടുത്ത കാലത്ത് മാത്രം നേപ്പാളി സൈനികർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ബ്രിട്ടീഷുകാരിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യൻ സൈന്യം ഒരിക്കലും നേപ്പാളി സൈനികരോട് വിവേചനം കാണിച്ചിട്ടില്ല. ഇന്ത്യക്കും അവർക്ക് ആരോഗ്യ സേവനങ്ങൾ ലഭിക്കുന്നുണ്ട്. ചെറുകിട ജലസേചന പദ്ധതികളും വൈദ്യുത പദ്ധതികളും അടക്കമുള്ള സേവനങ്ങളും നേപ്പാളിലെ ഗ്രാമങ്ങളിൽ ഇന്ത്യൻ സൈന്യം ഇപ്പോഴും നടത്തുന്നുണ്ട്. ഇന്ത്യൻ സൈനിക തലവൻ നേപ്പാൾ സൈന്യത്തിന്റെ ഓണററി തലവനാണ്. 1972 ഇത്തരമൊരു രീതി തുടങ്ങിയത്. ഗൂർഖ റെജിമെന്റിൽ നിന്നുള്ള ഓഫീസറായ ഫീൽഡ് മാർഷൽ സാം മനേക് ഷായെ നേപ്പാൾ സൈന്യത്തിന്റെ ഓണററി തലവനാക്കിയതും ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. അതിനുശേഷം ഇന്നുവരെ ഇന്ത്യൻ സൈനിക തലവൻ നേപ്പാളിന്റെയും നേപ്പാളിന്റെ സൈനിക തലവൻ ഇന്ത്യയുടെയും ഓണററി തലവന്മാരാണ്. നേപ്പാളിനെ സംബന്ധിച്ച് എക്കാലത്തും ഇന്ത്യയുമായി സഹകരിച്ചു മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അത് ആ നാടിന്റെ ഭൂരിപക്ഷ വികാരം കൂടിയാണ്. മറിച്ച് ഏതെങ്കിലും ഭരണകൂടം തീരുമാനിച്ചാൽ ആ സർക്കാരിനെ തന്നെ അവിടുത്തെ ജനങ്ങളും സൈന്യവും നേപ്പാളിലെ മുൻ ഇന്ത്യൻ സൈനികരും എല്ലാം കൂടി ചേർന്ന് താഴെ ഇറക്കും. അക്കാര്യത്തിലും ആർക്കും സംശയമൊന്നും വേണ്ട. കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം. അതിനായി ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.